അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ആലുവയിൽ MDMA-യുമായി യുവാക്കളെ പിടികൂടി എന്നൊരു വാർത്ത വരുന്നുണ്ട്. കോട്ടയം വാകത്താനം സ്വദേശി ജിനീഷ്, കോഴിക്കോട് ബേപ്പൂർ സ്വദേശി അഫ്തബ് എന്നിവരാണ് പിടിയിലായത്. ഇവരിൽ നിന്നും 1.3 ഗ്രാം MDMA പിടിച്ചെടുത്തിരിക്കുന്നു. റംഷ CP ഉണ്ട് കൂടുതൽ വിവരങ്ങളുമായി. റംഷ CP, MDMA-യുടെ വരവ് നിലയ്ക്കുന്നതേയില്ല. കൃത്യമായ ഇടവേളകളിൽ എക്സൈസൊക്കെ പിടികൂടുന്നുണ്ടെങ്കിൽ പോലും ഇതിപ്പോൾ എവിടെ നിന്നാണ് പിടികൂടിയത് ഇവരെ? റംഷ, ഡോക്ടർ അരുൺകുമാർ, കഴിഞ്ഞ ദിവസം ആലുവയിൽ വെച്ചാണ് ഇവരെ പിടികൂടിയത്. ആലുവ പോലീസാണ് ഇവരിൽ നിന്ന് 1.3 ഗ്രാം MDMA പിടികൂടുന്നത്. ഇവർ പറവൂരിൽ വാടകയ്ക്ക് താമസിക്കുന്ന ഒരാളാണ്. അതിൽ ഒരു പ്രതി, അത് ജിനീഷ് ഹരിയപ്പൻ എന്നയാൾ കോട്ടയം സ്വദേശിയാണ്. രണ്ടാമത്തെയാൾ ഇവിടെ കോമ്പാറയിൽ വാടകയ്ക്ക് താമസിക്കുകയാണ്. അദ്ദേഹം കോഴിക്കോട് ബേപ്പൂർ സ്വദേശിയാണ്. അഫ്താബ് ഫിറോസ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ഇവർ കഴിഞ്ഞ കുറച്ച് നാളുകളായി ഇവിടെ വാടകയ്ക്ക് താമസിക്കുന്ന ആളുകളാണ്. ഇവരിൽ നിന്നും ആണ് MDMA പോലീസ് പിടിച്ചെടുത്തത്. ഇവർ ആലുവയിലും പരിസര പ്രദേശത്തുമുള്ള യുവാക്കൾക്ക് വിൽപ്പന നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഈ MDMA കൊണ്ടുവന്നത് എന്നാണ് പോലീസ് പറയുന്നത്. ഇവരുടെ ഇരുചക്ര വാഹനത്തിൽ നിന്നാണ് ഒരു പ്രത്യേകം അറകൾ ഉണ്ടാക്കി അതിൽ സൂക്ഷിച്ച നിലയിലാണ് MDMA പോലീസ് കണ്ടെടുക്കുന്നത്. എന്തായാലും ഇവരെ കഴിഞ്ഞ ദിവസം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തിട്ടുണ്ട്. നേരത്തെ ഡോക്ടർ അരുൺകുമാർ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ കുറച്ചു നാളുകളായി കൊച്ചിയിലും പരിസര പ്രദേശങ്ങളിലും നിരന്തരം ദിവസേന എന്നോണം MDMA-യും മറ്റ് രാസലഹരികളും ഉൾപ്പെടെ പിടിച്ചെടുക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ശക്തമായ പോലീസ് പരിശോധനകൾ നടക്കുന്നുണ്ട്, കേസുകൾ പിടിക്കുന്നുണ്ട്. അപ്പോഴും നിരന്തരം നിർബാധം ഈ ലഹരി വിൽപ്പന നടക്കുന്നുണ്ട് എന്നതാണ് വസ്തുത. പിടിക്കുന്നുണ്ട്, നടക്കുന്നുണ്ട്. ഇതാണ് ഇപ്പോ ലഹരിയുടെ കാര്യത്തിൽ നടക്കുന്നത്. കൊണ്ടുവരുന്നുണ്ട്, പിടിക്കുന്നുണ്ട്, നടക്കുന്നുണ്ട്, വീണ്ടും കൊണ്ടുവരുന്നുണ്ട്, പിടിക്കുന്നുണ്ട്. ഇതിങ്ങനെ തുടരുകയാണ്.